ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൊളോസോസ് 2-ാം അധ്യായം 6-ാം വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, കർത്താവ് യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ അവനിൽ ജീവിക്കുവിനെന്ന്. കർത്താവിൽ ജീവിക്കുമ്പോഴാണ്, കർത്താവിൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. നമുക്ക് ജീവനേകാനാണ് അവൻ ഭൂമിയിലേക്ക് വന്നതെന്നും വിശ്വസിക്കുന്ന ഒരു നശിച്ചു പോകാതിരിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ നമ്മൾ യോഹന്നാൻ സുവിശേഷം 10:10 കാണുന്നുണ്ട്. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യേശുവിൻ്റെ ഈ വചനം നമ്മളെ ശ്രവിക്കുമ്പോൾ, നമ്മൾ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, സ്വർഗരാജ്യത്തിലെ നിത്യജീവനിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ എത്രമാത്രം ഈശോ നമ്മൾ ജീവിക്കാനുണ്ട്, ഈശോയാകുന്ന വലിയ ജീവൻ നമ്മളിൽ നിലനിൽക്കുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയാണിത്. ഈശോയെ അങ്ങയെ അനുഗമിച്ച അനേകം വിശുദ്ധരെ പോലെ, അങ്ങയെ നിറഞ്ഞു സ്നേഹിച്ച അനേകം വിശുദ്ധരെ പോലെ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മനസ്സിനും ചിന്തകൾക്കുമൊക്കെ അപ്പുറത്ത് കടന്നു വരുന്ന പല കാര്യങ്ങളെയും ഈശോയുടെ കണ്ണിലൂടെ നോക്കിക്കാണുവാനും സ്നേഹത്തിൻ്റെ ജീവൻ ഞങ്ങളിൽ സ്വന്തമാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മഹാകരുണയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. നിത്യജീവന്റെ ആചാരമായി അങ്ങയെ സ്വന്തമാക്കിക്കൊണ്ട് ജീവൻ പ്രാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആത്മീയമായി മരണതുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികൾക്കും ഈശോയുടെ ജീവൻ സ്വന്തമാക്കാൻ ഇന്നേ ദിവസം കൃപയാകട്ടെ.